എല്ലാവർക്കും നമസ്കാരം. രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ, രാഷ്ട്രപതി മുമ്പാകെ പ്രതിജ്ഞ ചെയ്ത് ഭരണാധിപനായി അധികാരമേറ്റ ഒരു നേതാവിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ട വാക്കുകളാണോ ഇന്നലെ രാജസ്ഥാനിൽ ഉയർന്നു കേട്ടത്? ഞാൻ സംസാരിക്കുന്നത് വലിയ വിഷയമാണെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, സ്പർദ്ധകൾ വളരാത്ത, കലയും സംഗീതവുമായിട്ടുള്ള അല്ലെങ്കിൽ പാട്ടും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എൻ്റെ അവതാരികയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമാകുന്ന പക്ഷം രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ചില രാഷ്ട്രീയ സംബന്ധിയായ വിഷയങ്ങൾ എൻ്റെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ഓരോന്നും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കേട്ടിട്ടോ വോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ചിന്താധാരകൾ മുഴുവൻ മാറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്കനുസൃതമായിട്ടുള്ള വോട്ടുകൾ ചെയ്യുമെന്ന അബദ്ധധാരണ കൊണ്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് ഉത്തരം പറയണം. കുറച്ച് കഴിയുമ്പോൾ ഇതേ ഇന്ത്യ നിലനിർത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ താൻ എന്ത് ചെയ്തു എന്ന് തൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ, ഈ ഇന്ത്യ നിലനിർത്താൻ, മതേതര ജനാധിപത്യ ഇന്ത്യ നിലനിർത്താൻ 4 വാക്കുകളെങ്കിലും പറഞ്ഞുവല്ലോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ഉത്തരം പറയാമെന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇത്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം വളരെ വലിയ വിഷയമാണ്. കാരണം പ്രധാനമന്ത്രി അവരുടെ വാക്കുകളെയാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയാസ് മുഴുവൻ ഈ 2 ദിവസമായിട്ട് വാർത്തയാക്കിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സംഘപരിവാർ സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ മുസ്ലിങ്ങളെ നെഞ്ഞത്ത് കയറുന്നതെന്നാണ് എൻ്റെ ചോദ്യം. എന്ത് ചെയ്തു? നിലവിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? പൊതുവെ മുസ്ലിംസിൻ്റെ കാര്യം പറയുമ്പോൾ അതാ വർഗീയ ചിന്ത വന്നു, അല്ലെങ്കിൽ അതാ സുഡാപ്പി വന്നു എന്നൊക്കെ പറയുന്ന വാക്കുകൾ വരുമെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതുവരെ അങ്ങനെ ചിന്ത വന്നിട്ടില്ല, ഇനിയും വരില്ല. പക്ഷേ ഒരു വർഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വോട്ട് തേടുന്ന സംവിധാനം എത്രത്തോളം മാലിന്യമുള്ള മനസ്സുകൾക്ക് സാധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം മാലിന്യമാണ് അതിൻ്റെ മനസ്സിൽ. എന്നിട്ട് എന്താണ് ഈ രാജ്യത്തെ ഈ ജാതീയമായി വിഭജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ നയം സ്വീകരിച്ചുകൊണ്ടുള്ള ഈ വോട്ട് ചോദിക്കൽ നിങ്ങൾ കിട്ടുന്ന എന്താ ലാഭം? എന്താ? അധികാരം. രാജ്യം നിലനിൽക്കണ്ടേ? നിങ്ങളൊന്നും ഉണ്ടാക്കിയ രാജ്യമല്ലല്ലോ. ഇപ്പോൾ ഈ വോട്ട് ചോദിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും. എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറഞ്ഞിട്ടുള്ളത്? കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്ന അംഗീകരിക്കാനാകുമോ എന്ന് മോദി ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വിഡ്ഢിത്തരമാണ്! നിരക്ഷരരായിട്ടുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഗത്തെ മുഴുവൻ ശത്രുപട്ടികയിൽപ്പെടുത്തുന്ന ഈ സംവിധാനത്തിനോട് എത്രത്തോളം കാഠിന്യമുള്ള മനസ്സുകൾക്കാണ് അങ്ങനെയൊക്കെ സാധിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾ അംഗീകരിക്കാനാകുമോ? അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണത്തിന് കണക്കെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രകടനത്തിൽ പറയുന്നതെന്നും മോദി തുടർന്നു. പ്രകടനത്തിൽ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചിട്ടുണ്ട്, കാണിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വർഗീയ വിഭജനം നടത്തിക്കൊണ്ട് ഈ അധികാരത്തിലേക്കുള്ള എളുപ്പവഴികൾ നേടുമ്പോൾ മനുഷ്യത്വത്തെ മാറ്റിവെച്ചുകൊണ്ട് മൃഗീയതയല്ലേ അവിടെ വരുന്നത്? എന്തിനാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഇങ്ങനെ ഈ ഒരു വർഗത്തിൻ്റെ തലയിൽ കയറിക്കൊണ്ട് കാഷ്ടിക്കേണ്ട പരിപാടിയുണ്ട്? കാര്യമുണ്ടോ? ഇത് ഞാൻ പറയുമ്പോൾ പേരിങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അതിന് ഉടനെ നമുക്ക് നേരെയാണ് വർഗീയത. ഇത് പറഞ്ഞതിനല്ല തെറ്റ്. പണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോലി കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് മാറിയത്. അവിടെ നിന്ന് 2-3 മുസ്ലിംസ് യാദൃശികമായിട്ട് കണ്ടിട്ട് നമ്മുടെ ജോലിപരം സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ചിലരെങ്കിലും ചോദിക്കും, എന്താ ഒരു ഗൂഢാലോചന മാപ്പിളാർ തമ്മിൽ എന്ന് ചോദിച്ച് കേട്ട് വളർന്നു വന്നേ. അതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോവുകയാണേ. പക്ഷേ ഇതുകൊണ്ടൊന്നും വൈകാരികത വരില്ല, ഉറപ്പാണ്. വൈകാരികത അടിമപ്പെട്ടുകൊണ്ട് ബുദ്ധിശൂന്യത കാണിക്കാനും അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള ഇടപെടൽ നടത്താനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതും കൂടി ഞാൻ പറയാം. പക്ഷേ പ്രതികരിക്കണമല്ലോ. പ്രതികരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ചുരുക്കത്തിൽ, എന്തിനാണ് ഇത്തരത്തിലുള്ള വർഗീയമായ വിഭജനത്തിലൂടെ ജനങ്ങളായ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് തോൽവി ഭയന്നോ? ജനങ്ങൾ ആഗ്രഹിക്കട്ടെ. 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കില്ല. എന്നിട്ട് എന്താണ് ഇവിടെ നേടിത്തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കൂ. ഒരാൾ സംസാരിക്കുമ്പോൾ പേര് നോക്കിയിട്ട് വിഭജിച്ചുകൊണ്ടുള്ള നയം സ്വീകരിക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും നാൾ ഭരിച്ചതിൻ്റെ മെച്ചം, പ്രധാനപ്പെട്ട മെച്ചം. ഇന്ത്യയെ ജാതീയമായി
വിഭജിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മലിനമായ മനസ്സിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നുണ വ്യാപാരങ്ങൾ നടത്തി, വർഗീയ വ്യാപാരങ്ങൾ. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്നലെയും കഴിഞ്ഞ ഇലക്ഷനിൽ പിന്നെ സംസാരം, അതിന് ശേഷമുള്ള വിലയിരുത്തലുകൾ വന്നപ്പോൾ വടക്കേന്ത്യൻ ബെറ്റുകളിൽ ചെറിയ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ തീവ്രവർഗീയത കുത്തിവെക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ തലയിൽ കയറിയിട്ട് കാഷ്ടിക്കുകയാണ് ചെയ്യുക. അവകാശപ്പെട്ടതല്ലാത്ത, അർഹതയില്ലാത്ത ഒരു സ്വത്ത് മുസ്ലിങ്ങൾ എന്നിവരെ കൈവശപ്പെടുത്തിയിട്ടുണ്ടാവില്ല, ഒക്കെ അധ്വാനിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ ആ വിഷയത്തിൽ കിടക്കണില്ല, അതൊരു മുസ്ലിമിസമത്തിൽ മാത്രമായി മാറും. എന്താണെങ്കിലും ജനങ്ങളെ തമ്മിൽ വിഭാഗീയമായി വിഭജിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നത് അത്യന്തം ഖേദകരവുമാണ്, നീചമാണ്, നിന്ദ്യമാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ എന്തെല്ലാമാണ് ഇവിടെ വർഗീയ വിഭജനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ സംഘപരിവാർ നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലതുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ കൂടി ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ സംഘപരിവാറിൻ്റെ മണ്ണായിട്ടുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണെങ്കിലും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട്, അവരെ തമ്മിൽ ഇടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന സ്വഭാവം ദയവായിട്ട് നിർത്തുക. ജനത്തിൻ്റെ ജനോപകാരപ്രദമായ പൊതുജന ഹിതകരമായിട്ടുള്ള നടപടികൾ എടുത്തു എന്ന് വെല്ലുവിളിയോടെ പറയുക. എത്ര പറയാനുണ്ട്? ഒന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് വർഗീയ കാർഡ് വീണ്ടും ഇറക്കി കളിക്കുന്നത്. ഒരു വിഭാഗത്തെ ശത്രുപക്ഷത്താക്കേണ്ട കാര്യം എന്താണപ്പം നിങ്ങൾക്ക്? മഹാമോശം, നിന്ദ്യം, നീചം, അത്രേ പറയാനുള്ളൂ. ഉൾക്കൊണ്ട കോൺഗ്രസ്സുകാർ അവർക്കെതിരാണ്. നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്നാൽ പണ്ട് തൃശ്ശൂർ ടൗണിൽ ഇപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് 40 വയസ്സും ഒക്കെ ഒരു 10-20 വർഷത്തിന് മുമ്പ് എനിക്ക് തൃശ്ശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ്. നമ്മൾ ഇസ്ലാമിനെതിരോ വേറെ ആർക്കും എതിരല്ല, പക്ഷേ സ്വന്തം മതം മാത്രം വളർത്താനുള്ള ശ്രമം നടക്കുക. അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇവരെ സഹായിക്കുകയാണ് ഇടദോഷം വലദോഷവും. ഇപ്പം ജി സുധാകരൻ പറഞ്ഞ 2035 ആവട്ടെ, ശരിയാക്കി തരാം. ഇവിടെയൊക്കെ ഇപ്പം ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ നിന്നാണ്. ഇപ്പം കൃത്യ കാൽക്കുലേഷനാണ്. ശരിയാക്കി തരാൻ ആരെ ശരിയാക്കി തരാൻ? ജി സുധാകരൻ പറഞ്ഞാണ് മന്ത്രി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഫാദറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ്, നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ ശത്രുക്കളാര് മിത്രങ്ങളാരെന്ന് മനസ്സിലാക്കുന്നില്ല. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു, കൈൻഡ്ലി യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, ആൻഡ് ഐ ആം ദ പേഴ്സൺ ഹു ആർ ടോക്കിംഗ് ഫോർ ക്രൈസ്തവ സഭ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ഫോർ ദ ക്രിസ്ത്യൻസ്. സോ കൈൻഡ്ലി ഹെൽപ്പ് അസ്. അല്ലെങ്കിൽ നാളെ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, if he come, you just ask whether you are ready to talk for getting the benefits equally എന്ന് ചോദിക്കേ. ഞാൻ പറഞ്ഞു അയാൾ പറയില്ല. ഏതെങ്കിലും ഒരു ചാനലിന് മുമ്പിൽ നിന്നുകൊണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ഈക്വലി ഡിവൈഡ് ചെയ്യണം, ആസ് പെർ ദ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണമെന്ന് പറയാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിക്കേ. ഇവിടുത്തെ ഒരു MLA ഉണ്ടല്ലോ, അയാളോട് ചോദിക്കേ. ഫാദർ ചെയ്യില്ലേ? നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന, നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ത്രട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. കാരണം വെറുതെ ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വ്യാവസായികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ജനസംഖ്യാനുപാതികമായിട്ട് വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെയും റൈറ്റ്സ് എടുത്തുകൊണ്ട് അവർ വളരെയാണ്. ഇപ്പോൾ നിങ്ങൾ പള്ളിയിൽ ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയിൽ ബൈബിൾ എടുക്കുന്നു, ഇതൊക്കെ ഉണ്ട്. അങ്ങേക്ക് പെൻഷൻ തരുന്നുണ്ടോ ഗവൺമെൻറ്? ഇല്ലല്ലോ. ഇവിടെ രാമായണം വായിക്കുന്നുണ്ട്, മഹാഭാരതം വായിക്കുന്നുണ്ട്, ആർക്കെങ്കിലും പെൻഷൻ ഉണ്ടോ? ഇതിനെ ഖുറാൻ പഠിപ്പിക്കുന്നവർക്ക് മാത്രം പെൻഷൻ. ആരുടെ പൈസയാണ് ഫാദർ? നിങ്ങളുടെ എൻ്റെയും പൈസയാണ്. 6000 രൂപ ശമ്പളം. അയാളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ 25 ലക്ഷം, അയാൾക്ക് വീട് വെക്കാൻ 15 ലക്ഷം. ഹൂസ് മണി ദിസ്? ദ മണി ബൈ ദ പീപ്പിൾ ഹു ആർ പേയിങ് ഫോർ ദ ടാക്സ്, യു ആൻഡ് മീ, ബട്ട് ഗിവിങ് ദിസ് ഗവൺമെൻറ് ടു ദ മുസ്ലിം അലോൺ. വൈ? ഇത് ചോദ്യം ചെയ്യാൻ CPM-നോ കോൺഗ്രസിനോ കഴിയില്ല. ബിക്കോസ് ദേ ആർ കൺട്രോൾഡ് ബൈ മുസ്ലിം ലീഗ്. രണ്ടുപേരെയും മുസ്ലിം ശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്താൽ അവർക്കും ഭരണം പോകും. സോ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി ഞങ്ങളാണ്, BJP. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാലിനടിയിലെ 1947 ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഹർബൻസ് ബുക്കിയ എന്ന് പറയുന്ന പ്രൊഫസർ എഴുതിയത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടം പ്രധാനമായും അകലെ സ്വന്തം നാട്ടിലുള്ള, അതായത് ബ്രിട്ടനിലുള്ള ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കി
ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു എന്നാണ്. സത്യമല്ലേ? യഥാർത്ഥത്തിൽ അവർ ഇന്ത്യക്ക് വേണ്ടിയല്ല ഭരിച്ചത്. അവർ ഭരിച്ചത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്. 1600, 1700-കളിൽ 1.8% മാത്രമുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കൊള്ള ചെയ്തും കൊള്ളിയടിച്ചുമാണ് ഇതെല്ലാം നേടിയത്. എന്നാൽ മുഗൾ വംശം ഇന്ത്യയിലേക്ക് വന്നത് അധിനിവേശക്കാരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പിടിച്ചെടുക്കലുകാരായിട്ടായിരുന്നുവെങ്കിലും അവർ ഇന്ത്യക്കാരായി മാറുകയായിരുന്നു. അവർ ഒരിക്കലും ഒരു കോളനിക്കാരായി ഇന്ത്യയെ കണ്ടിട്ടേയില്ല. അവർക്കെവിടെങ്കിലും പിടിച്ചടക്കിക്കൊണ്ട് പോകാനോ മോഷ്ടിച്ചുകൊണ്ട് പോകാനോ മറ്റിടമോ മറ്റ് രാജ്യമോ മറ്റൊരു സ്ഥലമോ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഈ രാജ്യത്ത് വന്ന് ഇവിടെ ഭരിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ സൃഷ്ടിച്ച് ഇവിടെ തന്നെ അവസാനിക്കുകയും ചെയ്തു. പിന്നെ അവരെവിടെ കൊള്ള ചെയ്യാനാണ്? അവർ അവരുടെ വ്യക്തിത്വം എല്ലാം തന്നെ ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയിൽ ലയിച്ചു ചേർന്ന് അതിൻ്റെ ഭാഗമായി തീരുകയായിരുന്നു എന്ന് ബുഖിയ എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിനേറെ അക്ബർ തൊട്ട് ഇങ്ങോട്ടുള്ളവർ ജനിച്ചതുപോലും ഇന്ത്യയിലാണ്. അവരുടെ മിക്കവരുടെയും അമ്മമാർ രജപുത് സമുദായത്തിൽപ്പെട്ടവരുമായിരുന്നു. അവർ മതം മാറ്റിയില്ല. അവർ രജപുത് വംശത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചു, ഇവിടെ ജീവിച്ചു. എന്നുവെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻനെസ് എന്ന് പറയുന്നത് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നതായിരുന്നു. അവർ ആരെയും മതം മാറ്റാൻ ശ്രമിച്ചില്ല. മതം മാറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ 10, 800, 500, 900 വർഷമൊക്കെ ഭരിച്ച സംസ്ഥാനങ്ങളിൽ പോലും വെറും 5%, 4%, അതിൽ താഴെയും 10% ഒക്കെയായി മുസ്ലിം ജനസംഖ്യ മാറുമായിരുന്നില്ല. എന്നാൽ അതിനേക്കാൾ പകുതി വർഷം മാത്രം ഭരിച്ച ബ്രിട്ടീഷുകാരന് എത്രയോ സംസ്ഥാനങ്ങൾ മതഭൂരിപക്ഷമാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ചരിത്ര സാക്ഷ്യമാണ്. ഇന്ന് വായിക്കാവുന്നതാണ്. മുഗൾ ഭരണാധികാരികളെല്ലാം തന്നെ രജപുത് സമുദായത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചതെന്ന് മാത്രമല്ല, രജപുത് സമുദായത്തിൽപ്പെട്ടവരെയാണ് അവർ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ നിയമിച്ചിരുന്നത്. അംബറിലെ രജപുത്തായ ഖജ്വാഹ ആയിരുന്നു മുഗൾ ആർമിയുടെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെയാണ് ശിപായി ലഹളയിൽ മുഗൾ ഭരണാധികാരികളോടൊപ്പം നിന്ന് പോരാടാൻ ഇവിടുത്തെ ഇതര സമുദായത്തിൽപ്പെട്ടവർ തയ്യാറായതും. 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമെടുത്ത് മോഹൻ ഭഗവത് അവറുകൾ വായിച്ചു നോക്കിയാൽ മുഗൾ രാജവംശം അഥവാ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ രാജ്യമായിരുന്നു എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടാൻ കഴിയും. ഫ്രഞ്ച് യാത്രക്കാരനായ ഫ്രാങ്കോസ് പൈനിയർ 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് എഴുതിയത് ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും നിന്നും സ്വർണവും വെള്ളിയും നമുക്ക് വാരിയെടുക്കാമെന്നാണ്. അത്ര സമ്പന്നമായിരുന്നു ഈ രാജ്യം. ഷെർഷായും മുഗളന്മാരും വാണിജ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി റോഡുകളും കായൽ യാത്രാ സൗകര്യങ്ങളും കടൽ യാത്രാ സൗകര്യങ്ങളും പോർട്ടുകളും എല്ലാം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, രാജ്യങ്ങൾക്കകത്തുള്ള ടോളുകളും നികുതികളും എല്ലാം നിരോധിക്കുകയും ചെയ്തു. ഇവിടെ ചിലർ ചെയ്തതുപോലെ സ്വത്തുക്കൾ കടത്തിക്കൊണ്ടുപോകാൻ റെയിൽപാളം ഇട്ടതല്ല. നിലമ്പൂരിൽ നിന്ന് തേക്കടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി പ്രത്യേകമായ പാളവും അവർ ഇട്ടില്ല. ഇന്ത്യൻ കരകൗശലത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ക്ലോത്ത്, സ്പൈസസ്, ഇൻഡിഗോ, വുളൻ സിൽക്ക് ക്ലോത്ത്, സോൾട്ട് എന്നിവയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് പോലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയച്ചത് ഈ മുഗളന്മാരാണ്. ഇന്ത്യയിലെ വ്യാപാരികൾ മുഗൾ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ബുള്ളിയൻ മാത്രമാണ് സ്വീകരിച്ച് വ്യാപാരം നടത്തിയിരുന്നത്. അത് കണ്ടിട്ടാണ് സർ തോമസ് റോ എഴുതിയത് യൂറോപ്പ് ബ്ലീഡ് ചെയ്യുന്നത് ഏഷ്യയെ ശക്തിപ്പെടുത്താനാണെന്ന്. കാരണം മുഴുവൻ സമ്പത്തും ഒഴുകിക്കൊണ്ടിരുന്നത് മുഗൾ രാജവംശകാലത്ത് ഇന്ത്യയിലേക്കായിരുന്നു, ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയിലേക്കായിരുന്നു. ഇത് പറയുമ്പോഴും മുഗൾ ഭരണാധികാരികൾ ആരും തന്നെ കച്ചവടക്കാരായിരുന്നില്ല. കച്ചവടം അപ്പോഴും നടത്തിയിരുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട കച്ചവടക്കാർ തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത്. ബെർണിയർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത് ഹിന്ദുസ് പൊസസ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ദ ട്രേഡ് ആൻഡ് വെൽത്ത് ഓഫ് ദ കൺട്രി എന്നാണ്. എന്നാൽ മുഗൾ രാജവംശത്തിൽപ്പെട്ടവർ പ്രധാനമായും അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ആർമി പോസ്റ്റുകൾ മാത്രമാണ് വഹിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതുപോലെ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കി ഇവിടെ നിന്നെങ്ങും അവർ കടത്തിക്കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല, അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാരത്തെയും വ്യവസായത്തെയും ശക്തിപ്പെടുത്തുകയും ഹിന്ദുമതത്തിൽപ്പെട്ട വ്യാപാരികൾ തന്നെ നടത്തുന്ന വ്യവസായത്തിന് കൂടുതൽ വളർച്ച നൽകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ത്യ ചൈനയെപ്പോലും മറികടക്കുന്ന ആളോഹരി വരുമാനമുള്ള രാജ്യമായിരുന്നത്. ഇന്ത്യയിൽ ഒരു ശക്തമായ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടാക്കിയത് പോലും വാണിജ്യത്തിനും വ്യാപാരത്തിനും കളമൊരുക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും അത് മുഗൾ രാജാവായിരുന്ന അക്ബർ ആയിരുന്നുവെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുഗൾ രാജവംശം
ഈ രാജ്യത്തിലെ വ്യാപാരം ശക്തിപ്പെടുത്താൻ കാണിച്ച വളരെ ഉയർന്ന മനസ്ഥിതിയാണ് ബ്രിട്ടീഷ് കൊള്ളക്കാർക്ക് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിനും ഇന്ത്യയെ പിന്നീട് നശിപ്പിക്കുന്നതിന് പോലും അവസരമൊരുക്കിയത്. എന്ന് വെച്ചാൽ ഇവിടെ വ്യാപാരത്തിന് വരുമ്പോൾ ആ വ്യാപാരത്തിലൂടെ ഇന്ത്യയിലെ കച്ചവടക്കാർക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ശക്തി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഇവർക്ക് ഈ രാജ്യത്തേക്ക് വരാനുള്ള അവസരം പോലും മുഗൾ രാജാക്കന്മാർ കൊടുത്തത്. എന്നാൽ മുഗൾ രാജാക്കന്മാർ ആഗ്രഹിച്ചതും ലക്ഷ്യം വെച്ചതുമായ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റിയും സാമ്പത്തിക വളർച്ചയും അഭിവൃദ്ധിയെയും കൊള്ളയടിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. ഇവർ ആഗ്രഹിച്ചിരുന്നത് മുഴുവനും തങ്ങളുടെ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ശക്തിപ്പെടണമെന്നും വളരണമെന്നുമായിരുന്നു. കാരണം അവർക്ക് വേറൊരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോകാൻ ഉണ്ടായിരുന്നില്ല. സ്പൈറിറ്റിയോ റോമ 1778 പെയിൻറ് ചെയ്ത ഒരു ചിത്രം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇന്നും കാണാം. അതിൽ കാണുന്നത് ബ്രിട്ടാനിയ ഇന്ത്യക്കാരുടെ മുട്ടിലേക്ക് കമിഴ്ന്നു കിടക്കുന്നതും ഇന്ത്യക്കാർ അവർക്ക് വജ്രവും പേൾസുമുള്ള ഒരു കിരീടം സമ്മാനിക്കുന്നതുമാണ്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടുകൂടി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ള ചെയ്യാൻ തുടങ്ങി, ഒഴുകാൻ തുടങ്ങി. ആ ചരിത്രം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നലെ പ്രസംഗിച്ച നേതാവ് മയങ്ങിപ്പോയതുകൊണ്ടാവാം ഈ പറയുന്ന മുഗൾ രാജവംശമാണ് ഇന്ത്യയെ തകർത്തത് എന്നൊക്കെ പറയുന്നത്. 1780 എഡ്മണ്ട് ബുർക്ക ആദ്യമായി ഏറ്റവും ശക്തമായ ഭാഷയിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഇന്ത്യ ഹാഡ് ബീൻ റാഡിക്കലി ആൻഡ് ഇറിട്രീവബിളി റൂയിൻഡ് ത്രൂ ദ കമ്പനീസ് കണ്ടിന്യൂവൽ ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ അഥവാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ ധനാപഹരണത്തിലൂടെ ഇന്ത്യയെ പുനർസൃഷ്ടിക്കാനാകാത്തവണ്ണം സമൂലമായി കൊള്ള ചെയ്യുകയായിരുന്നു എന്നാണ്. ബ്രിട്ടീഷുകാരൻ്റെ കൊള്ളയടികളുടെ ചരിത്രമാണ് ഏറ്റവും മനോഹരമായ ഭാഷയിൽ അത് പറഞ്ഞത്. ചരിത്രകാരനായ ആഗ്നസ് മാഡിസൺ ഒരു ബുക്ക് എഴുതുകയുണ്ടായി. കോണ്ടൂസ് ഓഫ് ദ വേൾഡ് എക്കോണമി 1 to 2030 AD മാക്രോ എക്കണോമിക് ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അതിൽ പറയുന്നത് 1000 AD ലോകത്തിൻ്റെ GDPയുടെ ഷെയറിൻ്റെ 28.9% ഇന്ത്യയിലായിരുന്നു എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ അന്ന് സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ മുഗൾ ഭരണകാലത്ത് അത് വളരാൻ തുടങ്ങിയെന്നും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 20.9% അതായത് മുഗൾ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ചൈനയെ പോലും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ സാമ്പത്തിക ശക്തിയായി മാറി എന്നാണ് ആഗ്നസ് മാഡിസന്റെ ബുക്കിൽ ഇതിൻ്റെ ടേബിൾ ഉൾപ്പെടെയുള്ളത് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2016 ഇന്ത്യയുടെ വേൾഡ് GDPയുടെ ഓഹരി 7.12% മാത്രമാണ്. 1958 അത് 3.8 ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം അടിച്ചുകൊണ്ട് പോയതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നത്. ദ ബ്രൈറ്റസ്റ്റ് ജുവൽ ഇൻ ദ ബ്രിട്ടീഷ് ക്രൗൺ വാസ് ദ പുവറസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞതാണ്. അതായത് ആ ബ്രിട്ടീഷ് കിരീടത്തിൻ്റെ മുകളിൽ തിളങ്ങുന്ന വജ്രങ്ങളും മുത്തുകളും ഇന്ത്യയുടെ ദരിദ്രമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കൊണ്ടുപോയതായെന്നാണ് ഏറ്റവും മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. ആ രത്നങ്ങളുടെ തിളക്കം ദരിദ്രപൂർണമായ ഇന്ത്യയുടെ ആളോഹരി വരുമാന തകർച്ചയുടെ തിളക്കമാണെന്ന് മൻമോഹൻ സിംഗ് ധീരമായി പറഞ്ഞ വാക്കുകൾ അവിടെ തന്നെയുണ്ട്. മുഗളന്മാർ ആരും തന്നെ പണം ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും കൊണ്ടുപോയിട്ടില്ല എന്ന് മാത്രവുമല്ല, അവർ ആ പണം മുഴുവൻ ഇവിടെ ചരിത്ര സ്മാരകങ്ങളും കെട്ടിടങ്ങളും മറ്റും നിർമ്മിച്ച് കോടിക്കണക്കിന് രൂപയുടെ ടൂറിസം അടക്കമുള്ള മേഖലയിൽ ഇന്നും വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് കൾച്ചർ ലോകസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിൽ നിന്നും ഒരു വർഷത്തെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനം 21 കോടി രൂപയാണ്. അത് 17.8 കോടി വരെ താഴ്ന്നിട്ടേ ഉള്ളൂ ഇതുവരെ. കുത്തുബ് കോംപ്ലക്സിൽ അത് 10 കോടി രൂപയാണ്. റെഡ് ഫോർട്ടിലും ഹുമയൂൺ ടെമ്പിളിലും 6 കോടിയോളം രൂപ കിട്ടി എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ മുഗളന്മാർ സ്ഥാപിച്ചിട്ട് പോയ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്ന് ലോകത്ത് നിന്നും ഇന്ത്യയിലേക്ക് ആളുകളെ ഒഴുക്കുന്നതിനും അതോടൊപ്പം തന്നെ വരുമാനമുണ്ടാകുന്നതിനും ഏറ്റവും മനോഹരമായ കാരണമായി തീരുന്നു എന്നതാണ് ചരിത്രപരമായ സത്യം. ഇവിടെ ഇൻഡോ ഇസ്ലാമിക് ശില്പത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിർമ്മിതികൾ മുഗൾ രാജകാലഘട്ടത്തിലാണ് നടന്നത്. പ്രാദേശികമായ കലകൾക്കും കരകൗശല മേഖലയിലും അവർ യഥാർത്ഥത്തിൽ വലിയ ശ്രദ്ധ പുലർത്തി. ഇൻഡാക്കിൻ്റെ ഡൽഹി ചാപ്റ്ററിൻ്റെ കൺവീനർ സ്വപ്ന പറഞ്ഞത് മുഗൾ രാജവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് നൽകിയ സംഭാവനകളിലൊന്ന് അവർ കലയ്ക്ക് നൽകിയ പിന്തുണയാണെന്നാണ്. എവിടെയാകട്ടെ, ഒരു കെട്ടിടത്തിലാകട്ടെ, ഒരു മെറ്റൽ വർക്കിലാകട്ടെ, ഒരു പെയിൻറ്റിംഗ് വർക്കിലാകട്ടെ, എവിടെയും അവർ പൂർണ്ണതയുടെയും മനോഹാരിതയുടെയും
ലോകശ്രദ്ധേയമായ ചിത്രങ്ങളാണ് വരച്ചത്. യഥാർത്ഥത്തിൽ ലോകത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നാണ് ഈ സ്വപ്ന എന്ന ഇൻടാക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ കൺവീനർ അഭിപ്രായപ്പെട്ട രേഖകൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ മുഗൾ പെയിൻറ്റിങ്ങുകളും രത്നങ്ങളും കലയും കരകൗശല വസ്തുക്കളുമെല്ലാം ബ്രിട്ടീഷുകാരൻ്റെ മ്യൂസിയത്തിലാണ് ഇന്നിരിക്കുന്നത്. 1857 അതെല്ലാം ഈ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി തുടങ്ങി. ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ മ്യൂസിയത്തിലുള്ളത്. കലയും സാഹിത്യവും ഏറ്റവും മനോഹരമായി തിളങ്ങിയതും ഈ മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ്. സംസ്കൃതത്തിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് പലതും തർജ്ജമ ചെയ്തതിലൂടെയാണ് ഇന്ത്യയുടെ പൈതൃകവും ഇന്ത്യയുടെ സംഭാവനകളും ലോകമറിയാൻ തുടങ്ങിയിട്ടുള്ളതെന്നാണ് സത്യം. രാമായണവും മഹാഭാരതവും അക്ബറാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിന് മുന്നിലെത്തിക്കുന്നത്. ദാരാഷൂക്ക് എന്ന പേർഷ്യക്കാരൻ്റെ ഉപനിഷത്തിൻ്റെ പേര് സിറേഹി അക്ബർ എന്ന നാമധേയത്തിലായിരുന്നു അതുണ്ടാക്കിയത്. അവിടെ നിന്നാണ് ബെർണിയർ എന്ന ആൾ അത് മോഷ്ടിച്ചുകൊണ്ട് ഫ്രാൻസിൽ കൊണ്ടുപോയി ഫ്രഞ്ച് ഭാഷയിലും ലാറ്റിനിലും പ്രിൻ്റ് ചെയ്തത്. ഈ ലാറ്റിൻ വേർഷൻ ജർമ്മൻ ഫിലോസഫർ ഷോസോഫിനോ കാണുകയും പേർഷ്യൻ ഉപനിഷത്തിനെ യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ശാന്തി എന്ന പേരിൽ അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. ഈ പോസ്റ്റ് വേദിക് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ യൂറോപ്യൻ ഓറിയൻ്റലിസ്റ്റുകളിലേക്ക് പിൽക്കാലത്ത് എത്തിച്ചേർന്നത് പേർഷ്യൻ മൊഴിമാറ്റത്തിലൂടെ മുഗൾ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ മുഗൾ രാജവംശം ഒന്നും തകർത്തില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ ചരിത്രമെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതിനെയും 4 വോട്ടിൻ്റെ വർഗീയതയ്ക്ക് വേണ്ടി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എത്രയോ മോശമാണ് എന്നതാണ് ഒരു ചരിത്രപരമായ സത്യം. അവർ ഒന്നും മോഷ്ടിച്ചു കൊണ്ടുപോയില്ല. അവർ മതം മാറ്റത്തിന് ശ്രമിച്ചില്ല. അവർ ഇവിടുത്തെ സംസ്കൃതിയെ മാറ്റിമറിക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഒന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടേയില്ല. അവർ ഇവിടെ ജീവിച്ച് ഈ മണ്ണിൽ മരിച്ചു എന്നതാണ് സത്യം. എന്നാൽ ഇലക്ഷൻ അടുക്കുമ്പോഴേക്കും മുഗൾ രാജവംശത്തിൻ്റെ എന്നോ മൺമറഞ്ഞു പോയ കഥകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുന്നതുകൊണ്ട് എന്ത് നേടാനാണ്? ഒരു 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി പോലും അത് അംഗീകരിക്കില്ല, നിങ്ങൾ വിലക്കെടുക്കുന്ന കുറച്ച് തലച്ചോറുകളല്ലാതെ. ലോകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു അന്യനാട്ടുകാരൻ ചെന്നാൽ, അന്യനാട്ടുകാരനല്ല ആ നാട്ടുകാരൊക്കെ എങ്ങനെ അവരായിരിക്കും, നമ്മൾ അന്യനാട്ടുകാരനായിട്ട് നമുക്ക് തോന്നുന്നത്, ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ട് നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ്. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ഈ പൈസ ഇല്ല, നമുക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട, അവർ നമ്മളെ സംരക്ഷിച്ചോളും.